പ്രവാസ ട്യൂബിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി പ്രതിഷേധങ്ങൾക്കും പ്രതികരണങ്ങൾക്കും വഴിയൊരുക്കിയ തെരുവ് നായ ശല്യം മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ വ്യത്യസ്തമായ ഒരു പ്രതിഷേധവുമായി ശ്രീ നജീബ് വരികയാണ്. ഇവിടെ എന്തുവാന്ന് മനസ്സിലാക്കി കാണുമല്ലോ. ഈ രൂപവും ഈ വാലും ഒക്കെ കണ്ടവർക്ക് എന്താണ് ഇവിടെ ഉള്ളവർക്ക് കണ്ണു തുറക്കാത്തത്? അയ്യോ തൊഴിലേ, ഇവിടെ കുഞ്ഞുങ്ങളെ പട്ടിയടിച്ച് മരിക്കുന്നു. കേരളത്തിലെ തെരുവുനായകളുടെ വിളയാട്ടം അവസാനിപ്പിക്കുക, പൊതുജനത്തിന് റോഡിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തുക, പിഞ്ചു മക്കൾക്ക് സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുവാനുള്ള സൗകര്യമൊരുക്കുക. നായയുടെ കടിയേറ്റ് അനവധി ജീവനുകൾ ഈ ലോകത്തോട് വിട പറയുന്നു. ശാശ്വത പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികളോട് കണ്ണു തുറക്കുക. ദിനംപ്രതി ലക്ഷക്കണക്കിന് ആളുകൾ നായയുടെ കടിയേറ്റിട്ട് പോലും സർക്കാരിന്റെ കണ്ണു തുറക്കുന്നില്ല എന്നുള്ളതാണ്. നിയമവ്യവസ്ഥയുണ്ടാക്കി ആ നിയമവ്യവസ്ഥ ഓരോ പഞ്ചായത്തിലെയും ബ്ലോക്കിലെയും അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷന്റെയും ഫയലിലേക്ക് തള്ളപ്പെട്ടു എന്നുള്ളതല്ലാതെ അതിനൊരു പരിഹാരം കാണുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ മരുന്നുകളാണ് വിഷ വാഴക്കെതിരെ ഇന്ന് കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചോദിച്ചു പോവുകയാണ്, ഒരു ഹെൽമെറ്റ് ഇട്ടിട്ടില്ല എങ്കിൽ നിയമം ഉപയോഗിച്ച് അദ്ദേഹത്തെ പോലീസ് കേസെടുക്കാൻ വകുപ്പുണ്ട്. എന്നാൽ തെരുവുനായ കടിച്ച് അതിന് മരുന്ന് കൊടുക്കുകയോ അതിന് വേണ്ടുന്ന നടപടിയെടുക്കുകയോ ചെയ്യാത്തതിന് ബന്ധപ്പെട്ട പഞ്ചായത്തുകളോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ഒരു നടപടിയും എടുക്കുന്നില്ല. നമ്മൾ നായകളെയെല്ലാം കൊന്നൊടുക്കണമെന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെരുവ് നായകളെ പിടിച്ചു കൊണ്ടുവന്ന് വന്ധീകരണം ചെയ്ത് സെൻട്രലിൽ കൊണ്ടുപോയി ഇട്ട് അവരുടെ ഉൽപാദനം എണ്ണം കുറക്കുക എന്നുള്ളതാണ്. അതിന്റെ പരമായിട്ട് ഒരു പരിധിവരെയെങ്കിലും പരിഹാരം ഉണ്ടാവുമെന്നുള്ളതാണ്. ബന്ധപ്പെട്ട അധികാരികൾക്ക് ഈ ഫയലുകൾ എത്തിയിട്ടുണ്ടെങ്കിലും ഒരു പഞ്ചായത്തിൽ പോലും ഒരു മുനിസിപ്പാലിറ്റിയിൽ പോലും ഒരു കോർപ്പറേഷനിൽ പോലും ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഈ നജീബ് കുളങ്ങര എന്ന് പറയുന്ന സുഹൃത്ത് കാൽനടയായി കേരളത്തിന്റെ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് നിന്ന് പുറപ്പെട്ട് ഓരോ പോകുന്ന വഴിയിൽ ഏതെല്ലാം പഞ്ചായത്ത് ഓഫീസുണ്ട്, ഏതെല്ലാം മുനിസിപ്പാലിറ്റി ഉണ്ട്, ഏതെല്ലാം കോർപ്പറേഷൻ ഉണ്ട്, ഏതെല്ലാം ജില്ലാ പഞ്ചായത്ത് ഉണ്ട്, അവിടങ്ങളിലെല്ലാം നിവേദനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സമരം അങ്ങ് സെക്രട്ടേറിയറ്റിൽ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേയാണ് ഇതിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട പൊതുജനം കണ്ണു തുറക്കണം. എന്തിന് കണ്ണു തുറക്കണം? ഒരു പട്ടി കടിച്ചാൽ ആ പട്ടി കടിച്ചവനിക്ക് വേണ്ടുന്ന ചികിത്സ സർക്കാർ കൊടുക്കണമെന്നുള്ള ആ ഫയൽ പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷന്റെയും മേശപ്പുറത്തുണ്ട്. എത്ര പേർക്ക് പട്ടി കടിച്ചവനെ കൊണ്ടുപോകുവാൻ സർക്കാരിന്റെ സഹായം കിട്ടിയെന്ന് പരിശോധിക്കണം. നമ്മുടെ ജില്ലയുടെ എല്ലാ സ്ഥലത്തേക്കും ഇതിന്റെ സർക്കുലർ, ഇതിന്റെ നിയമാവലി പോയിട്ടുള്ളത് ഈ കാണുന്ന ജില്ലാ പഞ്ചായത്തിൽ നിന്നാണ്. എന്തുകൊണ്ട് ജനപ്രതിനിധികൾ ഇതിനൊരു പരിഹാരം കാണുന്നില്ല? ഏതെല്ലാം വകുപ്പിൽ നിയമങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും തെരുവ് പട്ടിയുടെ കടി അനവധി ആളുകൾക്ക് കടിയേറ്റിട്ട് പോലും കോടിക്കണക്കിന് രൂപയുടെ മരുന്നുകൾ വിറ്റഴിച്ചിട്ട് പോലും ഒരുത്തന്റെയും കണ്ണു തുറക്കാതെ പോകുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു പൊതുസമൂഹത്തിന്റെയും ഒരു പൊതുജനത്തിന്റെയും കണ്ണു തുറക്കാതെ പോകുന്നു. ഇങ്ങനെ ഒരു സമരം നജീബ് കുളങ്ങര എന്ന് പറയുന്ന സുഹൃത്ത് അങ്ങ് കാസർഗോഡിൽ നിന്ന് പുറപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഏതെങ്കിലും ഒരു പൊതുജന സംഘടനയോ വരാത്ത ഖേദകരമുണ്ട്. ഇവരെല്ലാം തന്റെ മകൾക്ക്, തന്റെ മകൾക്ക്, തന്റെ അച്ഛനക്ക്, തന്റെ ഉപ്പാപ്പാക്ക് കടിയേറ്റാൽ മാത്രമേ ഇവരുടെ കണ്ണു തുറക്കുകയുള്ളൂ. ഇതിനൊരു പരിഹാരം കാണുന്നത് വരെ ഈ സുഹൃത്ത് സമരം ചെയ്യും. ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെരുവുനായകളെ കൊല്ലണമെന്ന് ഒരിക്കലും പറയുന്നില്ല. ഇവരെ എവിടെയെങ്കിലും മാറ്റണം. സർക്കാരിന്റെ ഒരു പ്രതിവിധി നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാണ്ടോ? ഉണ്ട്. മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രയാണ്. ഇതിനിടയ്ക്ക് വരുന്ന ആരെയൊക്കെ കാണുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും കൊടുക്കുകയാണ്. സാറേ, ഇതിനെ കടിയാക്കണോ?
കാറിൽ നിന്ന് ഇറങ്ങി റോഡിലോട്ട് ഇറങ്ങി നടക്കണം. അങ്ങനെ നിങ്ങൾക്കൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഇത് തെരുവുനായ ആക്രമണത്തിൽ പല കുഞ്ഞുങ്ങളും ഇവിടെ മരിച്ചു വീഴുന്നു. ബന്ധപ്പെട്ട അധികാരികൾ കൂടെ കുത്തിയിരുന്ന് ഉറങ്ങുകയാണോ? എനിക്ക് ചോദിക്കേണ്ടതാണ്. ഇവിടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകണ്ടേ? ബൈക്ക് യാത്രക്കാർ സഞ്ചരിക്കണ്ടേ? അതിനുള്ള ഒരു പ്രതിഷേധമാണ് മഞ്ചേശ്വരത്ത് തുടങ്ങിയതാ കാൽനട യാത്ര. തെരുനായ്ക്കളെ നശിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? നിങ്ങൾ ഇതിനൊരു സൊല്യൂഷൻ എന്താ കണ്ടെത്തിയിരിക്കുന്നത്? അല്ല, തെരുനായ്ക്കള് മനുഷ്യരെ പോലെ ഒരു ജീവികളാണല്ലോ. മനുഷ്യരെ പോലെ അതെ. ഈ പ്രതിഷേധത്തിന് സർക്കാരിന്റെ എന്ത് നിലപാട്? പഞ്ചായത്ത് സർക്കാർ ഇതിന് സെന്ററുകൾ ഉണ്ടാക്കിയിട്ട് ആ സെന്ററിലേക്ക് ഈ തെരുവുനായ്ക്കളെ കൊണ്ടുപോയി വന്ധീകരണം ചെയ്ത് അതിൽ പാർപ്പിക്കും. കുറെ മനുഷ്യരെ കൊണ്ടുപോയി ഷട്ടറിലിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും? അതുപോലെ തന്നെയല്ലേ തെരുവുനായ്ക്കളെ ഇതുപോലെ ഷട്ടറിലിട്ട് ജീവിപ്പിച്ചാല്? അപ്പൊ നിങ്ങൾ ഇതിന് കൃത്യമായ സൊല്യൂഷൻ കണ്ടെത്താതെ ഇതുപോലെയുള്ള പ്രതിവിധി ചെയ്യാതെ ഇതുപോലെ ഇങ്ങനെ നാട് മുഴുവൻ ഇങ്ങനെ നടന്നിട്ട് എന്ത് ഫലമാണ് നിങ്ങൾക്ക് കിട്ടാൻ? ഈ ജില്ലയിലേക്ക് ഒറ്റപ്പുറത്ത് വെച്ച് ഞാൻ AP അബൂബക്കർ എന്ന് പറയുന്ന വേങ്ങരത്തെ പൊതുപ്രവർത്തകനായ ഞാൻ സ്വീകരിച്ചു. അദ്ദേഹം ഒരു കുട്ടിയുമില്ല, നിങ്ങൾ മലപ്പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. മുനിസിപ്പാലിറ്റിയിൽ നിവേദനം കൊടുത്തു. ഇത് ജില്ലാ പഞ്ചായത്തിന്റെ സെക്രട്ടറിക്കും നിവേദനം കൊടുക്കുവാൻ വേണ്ടി പേപ്പർ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഏതായാലും അദ്ദേഹത്തിന്റെ ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്.